വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഷ്ടമി മിസ് ആണ്. സോ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫ്രോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാടാ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, നിങ്ങളോട് പാർട്സ് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. അങ്ങനെയുള്ള പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നോക്കിടാ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവിടെ അടിപൊളിയായിട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്ലൈഡ്സ് എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പൊ ഈസോഫാഗസ്, ലിവർ, സ്റ്റൊമക്, ഇന്റസ്റ്റൈൻ, റെക്ടം, അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലെ. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഹ്യൂമന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുകയാണെങ്കിലും നമുക്കറിയാടാ, അതിനെ നമ്മൾ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാടാ? ഒന്നെന്ന് പറഞ്ഞാൽ എലിമെന്ററി കനാൽ ആണ് അല്ലെ. ആൻഡ് രണ്ടെന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന, ലൈക്ക് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ഡൈജസ്റ്റീവ് ഗ്ലാൻസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ 2 കാര്യങ്ങളാണുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ. ഒന്ന് എലിമെന്ററി കനാലും അതേപോലെ തന്നെ അതിനോട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ഗ്ലാൻസും ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഫ്രോഗിന്റെ കേസിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരിക മക്കളെ. നോക്കിയിടാ, നമ്മുടെ ഫ്രോഗിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കണ്ടോ, ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എലിമെന്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നോക്കിക്കടാ, ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നോക്കിക്കേ, നമ്മുടെ എലിമെന്ററി കനാൽ, ഫ്രോഗിന്റെ കേസിലുള്ള എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താടാ? ഫ്രോഗിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ യെസ് കണ്ടോ, എലിമെന്ററി കനാൽ വളരെ ഷോർട്ട് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോഗ് എന്ന് വെച്ചാൽ ഒരു കാർണിവോർ ആണ് അല്ലെ. എന്താടാ കാർണിവോറിന്റെ മീനിങ് വരുന്നത്? അതായത് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ കാർണിവോർ എന്ന് പറഞ്ഞാൽ അല്ലെ. സോ ഇവരുടെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അധികവും ലിവിങ് ഇൻസെക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവുക അല്ലെ. സോ ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഇവരുടെ എലിമെന്ററി കനാൽ ഒരുപാട് നീളം വേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? വളരെ ഷോർട്ട് മതി. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആയി പോകുന്നുണ്ട്, ഇവരുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആയി പോകുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ റുമിനന്റ് ആനിമൽസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് റുമിനന്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ? ലൈക്ക് കൗ, ബഫലോ അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ആനിമൽസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇന്റസ്റ്റൈന്റെ നീളം വളരെ കൂടുതലായിരിക്കും. കാര്യമെടാ, അവര് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. ആൻഡ് യു നോ ഗ്രാസ് കണ്ടെയ്ൻ സെല്ലുലോസ് അല്ലെ. ഗ്രാസിനകത്ത് എന്താണുള്ളത്? സെല്ലുലോസ് ആണുള്ളത്. സോ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എലിമെന്ററി കനാലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഹെർബിവോസിന്റെ കേസ് എടുത്ത് നോക്കിയാൽ. പക്ഷെ ഇവിടെ നമുക്കറിയാം ഫ്രോഗ് ഒരു കാർണിവോർ ആയതുകൊണ്ട് തന്നെ അവരുടെ എലിമെന്ററി കനാലിന്റെ നീളം വളരെ ഷോർട്ടാണ്. ഇതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ടാണ് ഫ്രോഗിന്റെ കേസിലുള്ള എലിമെന്ററി കനാൽ ഇത്ര ഷോർട്ട് ആവാനുള്ള കാരണം? നിങ്ങൾക്ക് പറയാം ഫ്രോഗ് ഒരു കാർണിവോർ ആയതുകൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇനി നോക്കിക്കടാ, ഇവരുടെ ഈ ഒരു സ്ട്രക്ചറൽ ഫ്ലോ ആണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഇവരുടെ ഓരോ പാർട്സ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ മൗത്ത് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഫുഡ് നമ്മൾ കഴിക്കുന്ന മൗത്തിൽ കൂടെയല്ലേ. മൗത്തിന് ശേഷം അത് നേരെ എത്തുന്നത് ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞൊരു പാർട്ടിലേക്കാണ് എത്തുന്നത്. ഇനി ബക്കൽ ക്യാവിറ്റിക്ക് ശേഷം അത് എങ്ങോട്ടാണ് പോകുന്നത്? തൊട്ടടുത്ത സ്ട്രക്ചറാണ് ഫാരിങ്സ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2 ലൈക്ക് റെസ്പിറേറ്ററി പാർട്ടിനും റെസ്പിറേറ്ററി സിസ്റ്റത്തിനും അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും കോമൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അതിനുശേഷം അത് നേരെ നമ്മുടെ ഈസോഫാഗസിലേക്ക് എത്തുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പൈപ്പ് ആണ് അല്ലേടാ മക്കളെ. അതിനുശേഷം അത് എങ്ങോട്ട് പോകുന്നു? സ്റ്റൊമക്കിലേക്ക് പോകുന്നു. സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഡൈജസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം അത് ഇന്റസ്റ്റൈനിലേക്ക് പോകുന്നു. നമ്മുടെ സെയിം ഹ്യൂമനിൽ നടക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് അല്ലെ. അതിനുശേഷം എവിടെയാണ്? റെക്റ്റത്തിലേക്ക്. നമ്മുടെ സ്റ്റൊമക് ഇന്റസ്റ്റൈനു ശേഷം പിന്നെയും ഡൈജസ്റ്റഡ് അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ആ വേസ്റ്റസ് ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ റെക്റ്റത്തിലേക്കാണ് പോകുന്നത്. ലൈക്ക് ഫ്രോഗിന്റെ റെക്റ്റത്തിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഇതിനൊരു കോമൺ ചേംബർ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേടാ? ആ ഒരു കോമൺ ചേംബറിനെ നമ്മൾ ക്ലോയോക്ക എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഫ്രോഗിന്റെ കേസിലാണെങ്കിൽ ഗ്യാമേറ്റ്സ്, അതായത് സ്പേം അതേപോലെ തന്നെ ഓവ. ഓക്കെ, മെയിൽസിന്റെ കേസിൽ സ്പേം, ഫീമെയിൽസിന്റെ കേസിൽ ഓവ. ഇനി അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്? യൂറിൻ, അതേപോലെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാതെ ലൈക്ക് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ്, ഇതെല്ലാം കൂടി ഓപ്പൺ അപ്പ് ആവുന്ന ഒരു ചേംബർ, ഒരു മീഡിയം സൈസ്ഡ് ചേംബറാണ് ക്ലോയോക്ക എന്ന് പറഞ്ഞാൽ. ക്ലോയോക്കയിൽ എത്തിയതിനു ശേഷം ക്ലോയോക്കൽ അപ്പർച്ചറി പുറത്തേക്ക് പോകുന്നു. പിന്നെ അത് കൂടാതെ ഇതിന് വേറൊരു സ്ട്രക്ചറും കൂടി ഉണ്ട്, വിച്ച് ഇസ് യൂറിനറി ബ്ലാഡർ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിടാ, കണ്ടോ, ഡൈജസ്റ്റീവ് നമ്മൾ ഈ ഒരു എലിമെന്ററി കനാലിന്റെ പാർട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആയില്ലേ? യെസ്, ഈ ഒരു ഫ്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് മാത്രമാണുള്ളത് അല്ല അല്ലെ, നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും കൂടി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആണ് ഇവരുടെ കേസിൽ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം ലിവർ അല്ലേ. നമുക്കറിയാം ലിവർ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ലിവർ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ
ലിവറിന്റെ കേസിൽ അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അവരെന്ത് ചെയ്യുന്നുണ്ടാ, അവർ നമ്മുടെ ബോഡിയിൽ, ഫ്രോഗിന്റെ ബോഡിയിൽ ബയൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ലിവർ ബയൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാടാ, ഗോൾ ബ്ലാഡറിലാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ലിവർ എന്ത് ചെയ്യുന്നുണ്ട്, ബയൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഗോൾ ബ്ലാഡറിലാണ് അല്ലെ. ആവശ്യമുള്ള സമയത്ത് ഗോൾ ബ്ലാഡറിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. യെസ്, അപ്പൊ ലിവറിന്റെ ഫംഗ്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ബൈലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ് അല്ലെ. ഫാറ്റിനെ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ സ്മോളർ സബ്സ്റ്റൻസസ് ആക്കി മാറ്റുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ ഈസി അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ പാൻക്രിയാസ് അല്ലെ, പാൻക്രിയാസ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, നമ്മുടെ അമൈലേസസ് ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റാർച്ച് ഡൈജഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആയിട്ടുള്ള ട്രിപ്സിൻ ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേറെ എന്തൊക്കെ കാര്യമാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ളത്, ലിപ്പേസസ് ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, ലിപ്പിഡ് ഡൈജഷന് വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ പാൻക്രിയാസിന്റെ വേറൊരു ഫംഗ്ഷനാണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ അല്ലേടാ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 2 ഗ്ലാൻഡിന്റെ കാര്യമാണ് നിങ്ങൾ ഫ്രോഗിന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് അവർ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മിസ് അതൊരു ബോക്സിൽ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് തരാം, സോ ദാറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിടാം. മൗത്ത്, ബക്കിൾ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ക്ലോയോക്കൽ അപ്പർച്ചർ. ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? യെസ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഡൈജഷൻ നടക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൊടുത്തിട്ട് നോക്കിയടാ, ടങ് ഓഫ് ദ ഫ്രോഗ് അല്ലെ. ബൈലോബ്ഡ് ആയിട്ടുള്ള ടങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, യെസ്, ഫ്രോഗിന്റെ ടങ് ഇതാ ഇങ്ങനെ വന്നിരിക്കുന്ന സ്ട്രക്ചർ ആണല്ലേ ഫ്രോഗിന്റെ ടങ് എന്ന് പറഞ്ഞാല്. അതായത് ബൈലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം സ്റ്റൊമക്കിൽ എന്താണ്, HCl ഉണ്ടെന്ന് അറിയാം, വിച്ച് ഈസ് ഹാവിങ് എൻ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി അല്ലെ. എല്ലാ മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ പ്രൊവൈഡ് എൻ എൻവയോൺമെന്റ് ഫോർ ദ പ്രോട്ടീൻ എൻസൈംസ് ടു അല്ലെ, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ടു ആക്ട് അല്ലെ. പ്രോട്ടീൻ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെ കൊടുത്തത് കണ്ടോടാ, ഡിയോഡിനം ആണ് അല്ലെ. ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിയോഡിനമാണ്. ഡിയോഡിനത്തിലേക്ക് ഫുഡൊക്കെ എത്തുന്നു. അവിടേക്കാണ് എല്ലാ എക്സ്ക്രീഷൻസും, ലൈക്ക് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സെക്രീഷൻസ്, നമ്മുടെ ലിവറിന്റെ കേസിലും പാൻക്രിയാസിന്റെ കേസിലും എല്ലാ സെക്രീഷൻസും വരുന്നത് എങ്ങോട്ടാണ്, ഡിയോഡിനത്തിലേക്കാണ്. അവിടെ വെച്ച് കംപ്ലീറ്റ് ഡൈജഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം റെക്റ്റത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ലാസ്റ്റ് ചേംബർ ആയിട്ടുള്ള ക്ലോയോക്കയിലേക്ക് പോകുന്നു. ആൻഡ് ദെൻ ക്ലോയോക്കൽ അപ്പർച്ചർ വരെ ഇറ്റ് ഈസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ്. ഇനി വേറൊരു കാര്യമാണ്, നമ്മുടെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലുള്ള കാര്യങ്ങളാണ് അല്ലെ. മൈക്രോവില്ലേ എന്ന് പറഞ്ഞാൽ എന്താണോ മൈക്രോവില്ലേ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് മൈക്രോവില്ലേ, വിച്ച് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അതേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും ഉള്ളത്. മൈക്രോവില്ലേ എന്തിനാണ് ഉള്ളത്, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാണ് സർഫസ് ഏരിയ കൂട്ടുന്നത്, അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. യെസ്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ റെക്ടം, വിച്ച് ഇസ് ഓൾറെഡി ഡിസ്കസ്ഡ്. അതേപോലെ തന്നെ ക്ലോയോക്കൽ അപ്പർച്ചർ, ക്ലോയോക്ക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചു. അപ്പം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പെട്ടെന്ന് തന്നെ നമ്മൾ റിവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മിസ്സാക്കാണ്ട് എല്ലാ പോയിന്റ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.